ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് തക്കാളിച്ചോറ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ പൊന്നീരിയാണ് എടുത്തേക്കുന്നത്. നമുക്കിനി ഇത് ബസുമതി റൈസ് കൊണ്ടും സാദാ ചോറ് കൊണ്ടും നമുക്ക് തക്കാളിച്ചോറ് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇന്ന് ഞാനിവിടെ എടുത്തേക്കുന്നത് പൊന്നീരിയാണ്. അതിനായി ആവശ്യമായത് പൊന്നേരി വേവിച്ചത്, 2 തക്കാളി അരിഞ്ഞത്, ഗ്രീൻ പീസ് വേവിച്ചത്, മല്ലിയില, സവാള 4 സവാളയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്, പിന്നെ മിൻറ്റ് ലീവ്സ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ജീരകം ഇടാം. പിന്നീട് നമുക്കിതിലേക്ക് കടുകിടാം. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് കറുവപ്പട്ട, ഏലക്ക ഇടാം. ഞാനിവിടെ ക്ലൗസും കറുവപ്പട്ടയും ഏലക്കയാണ് എടുത്തേക്കുന്നത്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മിൻറ്റ് ലീവ്സ് ഇടാം. പിന്നീട് നമുക്ക് സവാള അരിഞ്ഞതും പച്ചമുളകും ഇതിലേക്കിടാം. എന്നിട്ട് നന്നായി കാരമലൈസ് ചെയ്യണം. സവാള നന്നായി കാരമലൈസ്ഡ് ആയി കഴിയുമ്പം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 തക്കാളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നന്നായി കാരമലൈസ് ചെയ്യുക. നമുക്കിനി ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിനായി 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. എരി കൂടുതൽ ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഉപയോഗിക്കാം. പിന്നീട് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ ഇളക്കുക. നന്നായി വഴണ്ട് കഴിയുമ്പം ഇതിലേക്ക് നമുക്കിനി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിനായി 1/2 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. വെള്ളമൊഴിച്ച് നന്നായി ഇത് കുറുക്കി പറ്റിച്ചെടുക്കുക. ഇതൊന്ന് പറ്റിക്കഴിയുമ്പം നമുക്കിതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. 1 ഗ്ലാസ് അരിയുടെ ചോറാണ് വേവിച്ച് വെച്ചേക്കുന്നത്. നന്നായി വെള്ളമൊന്ന് പറ്റിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചോറിട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. ഇവിടെ 1 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അത് കണക്കാക്കി 1 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത്. ഉപ്പ് ആവശ്യത്തിന് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി ഏതാണോ അതിനനുസരിച്ചാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നീട് ഇതിലേക്ക് വേവിച്ച ഗ്രീൻ പീസ്, മല്ലിയില നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇപ്പം നമ്മുടെ തക്കാളിച്ചോറ് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതിൻ്റെ കൂടെ നമുക്ക് സൈഡായിട്ട് വേണമെങ്കിൽ സലാഡും പപ്പടവും സൈഡ് ഡിഷായിട്ടും ഉപയോഗിക്കാം. പക്ഷേ ഇത് രണ്ടും ഇല്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. വെറുതെ ആണെങ്കിലും ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.